അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളോട് ആരൊക്കെ കള്ളം പറയുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലേ, നമുക്കറിയൂല. അതിൽ കള്ളം പറയുന്നവർക്ക് മാത്രമേ 100% ആർക്ക് അവർ കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ, പിന്നെ പഠിച്ചോനും. അപ്പോൾ നമുക്ക് അവർ കള്ളം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സയൻസൊക്കെ ഉണ്ട്, കുറച്ച് അടയാളങ്ങൾ, അവർ പ്രകടമാക്കുന്ന കുറച്ച് അടയാളങ്ങൾ. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഭാര്യമാർ, അല്ലെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആരും നമ്മളോട് കള്ളം പറയുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ അവരുടെ ദേഹത്ത് ഇങ്ങനെ കുറച്ച് അടയാളങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന ഈ അടയാളങ്ങളിൽ ഏതെങ്കിലും ഒരടയാളം ഒരാളിൽ ഉണ്ടായെന്നുണ്ടെങ്കിൽ അയാൾ കള്ളം പറയുകയാണെന്നൊന്നും ഉറപ്പിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അവരുടെ ശൈലിയായിരിക്കാം, അത് അവരിൽ ഉണ്ടാകുന്ന ഒരു കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കാം. ഇനി അതല്ല, ഞാൻ പറഞ്ഞതിൽ 3 ഇനി അതിലധികമോ ഒക്കെ അടയാളങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ, അവർ നിങ്ങളോട് കള്ളം പറയുകയാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ആ അടയാളങ്ങളെന്ന് നോക്കാം. ഒന്നാമത്തെ അടയാളമാണ്, അവർ നിങ്ങളിൽ നിന്നും അകന്നു മാറിക്കൊണ്ടേയിരിക്കും. അതായത് നിങ്ങളിൽ നിന്ന് പുറകോട്ട് പോയിക്കൊണ്ടേയിരിക്കും. പുറകോട്ട് പോകുക മാത്രമല്ല, അവരുടെ ഒരു കാലുണ്ടല്ലോ നിങ്ങളുടെ നേരെ ആയിരിക്കില്ല, കുറച്ചിങ്ങോട്ട് ചിരിച്ചു വെച്ചിരിക്കും. ഇങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളോട് കള്ളം പറയുകയാണെന്നർത്ഥം. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് മാത്രം ആയാൽ കള്ളം പറയുന്നതല്ല. അത് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ടുള്ള കാര്യത്തിന് ചിലപ്പോൾ പോകാനുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളോട് പെട്ടെന്ന് കാര്യം പറഞ്ഞ് ഓടാനുള്ള ധൃതിയായിരിക്കും. അപ്പോൾ ഒന്ന് മാത്രം ഉണ്ടായി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരിക്കലും ഉറപ്പിക്കരുത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ കാര്യമാണ് അത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവർ നിങ്ങളുടെ കണ്ണിലേക്ക് നോക്കൂല എന്നുള്ളതാണ്. ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല. ഇപ്പോൾ സാധാരണ നോർമലായിട്ട് നമ്മുടെ കണ്ണിലേക്ക് നോക്കി നല്ല രീതിയിൽ കോൺഫിഡൻസോടെ സംസാരിക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യനാണ്, ഒരു വ്യക്തിയാണ് അയാൾ ആ ഒരു ദിവസം ആ ഒരു കാര്യം പറയുമ്പോൾ എന്താണ്, അവർ കണ്ണിലേക്ക് നോക്കുന്നില്ല. കണ്ണിൻ്റെ ഈ ഒരു ദിശകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. അതായത് നമ്മുടെ കണ്ണിലേക്ക് അങ്ങോട്ട് തറപ്പിച്ച് നോക്കി സംസാരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. കാരണം പറയുന്നത് കള്ളമാണല്ലോ, എപ്പോഴാണ് പൊളിയാന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ കണ്ണിലേക്ക് നോക്കി ആ പച്ചക്കള്ളം അങ്ങോട്ട് പറയാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, മുഖത്ത് നോക്കി പച്ചക്കള്ളം പറയാനുള്ള കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കിയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും അങ്ങനെയല്ല. ചിലപ്പോൾ ചില ആളുകൾക്ക് ജനിച്ചപ്പം മുതൽ ഇങ്ങനെ ഒരാളുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കുകയാണ് എന്തെങ്കിലും ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും, അത് മൈൻഡിൽ ഡിസോർഡേഴ്സ് ഉണ്ടായിരിക്കും. അതായത് എല്ലാവർക്കും അങ്ങനെ ഇഷ്ടമാവണം എന്നില്ല, കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നത് ഇഷ്ടമാവണമെന്നില്ല, ജന്മനാ ഇഷ്ടമാവണമെന്നില്ല. അങ്ങനത്തെ ആളുകൾ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി സംസാരിക്കില്ല. ഇനി അതെല്ലാം ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് അതിനോട് എന്തെങ്കിലും ഒരു ഡിസോർഡർ ഉണ്ടാവും. നമുക്ക് ചില ഗേൾസ് അല്ലെങ്കിൽ ചില ബോയ്സൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ചില ഗേൾസും ബോയ്സും നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പരസ്പരം കണ്ണിലേക്ക് നോക്കില്ല. അത് അവർ കള്ളം പറയുകയാണെന്നൊന്നും അർത്ഥം പറയാൻ പറ്റൂല. അത് അങ്ങനെ ഒരു മൈൻഡ് ഡിസോർഡർ ഉള്ളതുകൊണ്ടാണ്. അതായത് ആ ഒരു കാര്യം അവരോട് സംസാരിക്കുന്ന സമയത്ത് എന്തോ ഒരു കംഫർട്ടബിൾ അവർക്ക് തോന്നാത്തത് കൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കളവ് പറയുന്ന സമയത്ത് നമുക്ക് സാധാരണയായിട്ട് എന്നും കണ്ണിലേക്ക് നോക്കി നല്ല കോൺഫിഡൻസോടെ സംസാരിക്കുന്ന ആ ഒരു കുട്ടി അല്ലെങ്കിൽ ആ ഒരു വ്യക്തി അങ്ങനെ പെട്ടെന്നൊരു ദിവസം അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഇതിന് കളവായിട്ട് കൂട്ടാൻ പറ്റുള്ളൂ, അല്ലാത്തവരങ്ങനെ ഉണ്ടാകും. ഇനി മൂന്നാമത്തെ ലക്ഷണം ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവരിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതായത് ഫോർ എക്സാമ്പിൾ നഖം കടിച്ചുകൊണ്ടേയിരിക്കുക. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ മുടി ചുരുട്ടുക, പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ മുടി ചുരുട്ടുക, ഇങ്ങനെ മുടി കയ്യിൽ പിടിച്ച് ഇങ്ങനെ ചുരുട്ടുക. പിന്നെ അതുപോലെ തന്നെ കാലിങ്ങനെ ഷെയ്ക്കുക എന്ന് പറയുമ്പോൾ കാലിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ അവരിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് ഭയങ്കര സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. അതായത് അവരിപ്പോൾ പറയുന്നത് കള്ളമല്ലേ, അതുകൊണ്ട് തന്നെ അവരുടെ മൈൻഡ് ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ശരീരം കണ്ടുപിടിച്ചൊരു വിദ്യയാണ് ഇതെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോടൂ, അവർ നിങ്ങളോട് കള്ളാണ് പറയുന്നത്. ഇനി എല്ലാവരും എന്നല്ല, നിങ്ങളോടിപ്പോൾ എന്നും നോർമലായിട്ട് കാമായിട്ട് സംസാരിക്കുന്നൊരു പെട്ടെന്ന് നിങ്ങളോട് ഇങ്ങനെ എന്തെങ്കിലും ആകെ ഡിസോർഡറായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉള്ള മാറിയിട്ട് നഖം കടിച്ചുകൊണ്ടും മുടിയൊക്കെ ചുരുട്ടുകൊണ്ടും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, അവർ നിങ്ങളോട് കള്ളം പറയാണ്. ഇനി നമ്മൾ നാലാമത്തെ ലക്ഷണം ഏതാണെന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ അനങ്ങാതെ ഒരു പ്രതിമയെ പോലെ നിൽക്കും. ഇതിപ്പോൾ എല്ലാവരും അല്ല, സാധാരണയായിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് ചാടിക്കളിച്ച് നടക്കുന്ന ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി, അവർ ഫുൾ ജോളിയായിരിക്കും. അതായത് എല്ലാവരോടും തമാശ, എല്ലാവരോടും ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരോടും ഭയങ്കര കൂളായിട്ട് ഭയങ്കരമായിട്ടുള്ള ആ ഒരു എനർജറ്റിക്കായി സംസാരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്നൊരു ദിവസം
ഇങ്ങനെ കാമായിട്ട് അനങ്ങാതിരുന്നിട്ട് പെട്ടെന്ന് മുഖത്ത് സന്തോഷമോ അല്ലെങ്കിൽ എന്താണ് ശരിക്കും സന്തോഷമോ സങ്കടമൊന്നും ഇല്ലാതെ സാധാരണയായിട്ട് ഇങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ അവർ കള്ളം പറയുക തന്നെയാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കള്ളം പറയുന്ന സമയത്ത് മനസ്സിന് ഭയങ്കര സ്ട്രെസ്സായിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാകുന്ന സമയത്ത് അവരുടെ മസിൽസൊക്കെ മൂവ് ആവാതിരിക്കും. അവരുടെ മസിൽസിനൊന്നും പ്രത്യേകമായിട്ട് ഇങ്ങനെ മൂവ് ആവാൻ അനങ്ങാൻ കഴിയൂല. അവരുടെ മസിൽസ് ഇങ്ങനെ ക്ലെൻസ് ആയിട്ടിരിക്കും. അതുകൊണ്ടാണ് അവർക്കിങ്ങനെ കൈയും കാലൊന്നും അനങ്ങാതെ ഇങ്ങനെ ഒരു പ്രതിമയെ പോലെ ഒരു അനങ്ങാതെ ഇരിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അനങ്ങൂല എന്നുള്ളത് അർത്ഥം. എസ്പെഷ്യലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നല്ല ജോളിയായിട്ട് ചാടിക്കളിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് അവരിങ്ങനെ ചെയ്യണമെന്നില്ല, അവർ പ്രത്യേകം നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇനി 5ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അവർ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ അതുപോലെ തന്നെ അവരുടെ സംസാരത്തിലിടയ്ക്ക് വിക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് അത് പിന്നെ അവർക്കിങ്ങനെ പറയാൻ കിട്ടൂല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറേ ഗ്യാപ്പ് വരും. ഇങ്ങനെയൊക്കെ ഈ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ അവർ പറഞ്ഞ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി അടുത്ത് എന്ത് പറയണമെന്നാണ് അവരുടെ മനസ്സിലുള്ളത്. ഇങ്ങനെയൊക്കെ ഒരാളുടെ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ അവരെന്താണ് നിങ്ങളോട് കള്ളം പറയാണ്. ഇനി ജന്മനാ വിക്ക് എന്ന് പറയുന്ന അസുഖമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊന്നല്ല, അത് അവരുടെ ജീവിത രീതി അങ്ങനെയാണ്, അവരുടെ സംസാരത്തിൻ്റെ രീതി അങ്ങനെയാണ്, അതുകൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത്. ഇനി അതെല്ലാം നമ്മൾ സാധാരണയായിട്ട് നമ്മളോട് നോർമലായിട്ട് സംസാരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് അപ്പം നിങ്ങളോട് കള്ളം പറയാണ്. ഇനി 6ാമത്തെ കാര്യം, അവർ കള്ളം പറയുന്ന ആൾക്കാർ കള്ളമല്ല അവർ പറയുന്നതെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് അവരുടെ കോളർ പിടിച്ചിങ്ങനെ താഴ്ത്തും മുകളിലേക്ക് പൊന്തിക്കുകയൊക്കെ ചെയ്യും. ഇനി അതെല്ലാം ഇനിയിപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ചില ആൾക്കാരുണ്ടാവില്ല, അവരെക്കുറിച്ച് പൊക്കി പറയുമ്പോൾ അവരിങ്ങനെ വെറുതെ കളിയായിട്ട് തമാശക്കായിട്ട് ഇങ്ങനെ കോളർ പിടിച്ച് വെക്കുമല്ലോ, ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാർ അവർ അത് യഥാർത്ഥമായിട്ട് ചെയ്യാണ്. ഈ കള്ളം പറയുന്ന ആൾക്കാർ അവർ പറയുന്നത് സത്യമാണെന്ന് നമ്മളെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ കോളർ പിടിച്ച് ഇങ്ങനെ താഴ്ത്തി മുകളിലേക്ക് പൊന്തിക്കുകയൊക്കെ ചെയ്യും. ഇനി ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ കഴുത്തിലൊരു മാലയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മാല ഇങ്ങനെ പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ എന്തായാലും നിങ്ങളോട് കള്ളം പറയുകയാണ്. ഇത് ചിലപ്പോൾ എല്ലാവരും അങ്ങനെ ഇല്ല കേട്ടോ. അതായത് ഇപ്പോൾ ചൂടുള്ള സ്ഥലമാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ കുറച്ച് കാറ്റൊക്കെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ കോളർ പിടിച്ച് ഇങ്ങനെ താഴ്ത്തൊക്കെ ചെയ്യും. അങ്ങനെയുള്ളവരങ്ങനെ സംശയിക്കരുത് കേട്ടോ. അപ്പോൾ ഇത്രയും ലക്ഷണങ്ങളാണ് കള്ളം പറയുന്നവരുടെ ലക്ഷണങ്ങളായിട്ടുള്ളത്. ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 3 അതിൽ കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ അവരെന്തായാലും കള്ളം പറയണം. ഒന്നൊന്നാണെങ്കിൽ അങ്ങനെ വിശ്വസിക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മക്കളിലോ ഭർത്താക്കന്മാരിലോ ആരില്ലെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റുള്ളവർക്ക് കൂടി ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ. എല്ലാവരും ഈ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.